വെളുപ്പിനെ ഒളിച്ചോടെന്ന് പറഞ്ഞിട്ട് ഓടിയില്ലേ? ഒരുത്തന്റെ കയ്യും കാലും തല്ലി ഓടിക്കാൻ എത്രയാ നിങ്ങളുടെ റേറ്റ്? ദീപാവലി പ്രമാണിച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. ഫാഹിദ് ചെറിയ കക്ഷിയല്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ 11,000-ലധികം പേര് പിന്തുടരുന്ന 27-കാരൻ. ഞാൻ കാത്തിരുന്ന കടവൻ എന്റെ ദുഷ്യന്തൻ ഇദ്ദേഹമല്ലേ? മോഡൽ, ആക്ടർ, ഡാൻസർ, കൊറിയോഗ്രാഫർ, ചുരുക്കി പറഞ്ഞാൽ സകലകലാവല്ലഭൻ. സകലകലാവല്ലഭൻ. പക്ഷെ വകനിരിവ് വട്ടപൂജ്യം. പക്ഷെ കയ്യിലിരിപ്പ് തീരെ ശരിയല്ലെന്ന് പോലീസിന് വ്യക്തമായത് അവന്റെ മൊബൈൽ ഫോൺ നോക്കിയപ്പോഴാണ് കേട്ടോ. ഒന്നും പറയണ്ടേക്ക. മട്ടാഞ്ചേരിയിലെ എല്ലാ വീടിന്റെയും കക്കൂസിന്റെയും കുളിമുറിയുടെയും ഷെയ്ഡെ തൂങ്ങിക്കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകൾ എടുക്കുന്നേ. റിസ്കി ഷോട്ടുകൾ. IT ജീവനക്കാരിയുടെ പരാതിയിൽ കഴക്കൂട്ടം പോലീസ് ഫാഹിദിനെ കോഴിക്കോട് നിന്നാണ് പൊക്കിയത്. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ? സംഗതി മനസ്സിലായില്ലേ? പലരും നാണക്കേട് കരുതി ഈ പീഡന വിവരം പുറത്തു പറയാത്തതാണ്. ആ സുനി എന്നെ പറഞ്ഞ് ചതിക്കായിരുന്നു. അവന്റെ മെയിൻ ബിസിനസ് എന്താണെന്നറിയോ? പെൺവാണിഭം. വാണിഭം ലൈംഗികമായി ഉപയോഗിക്കുക എന്നതാണ് കക്ഷിയുടെ ആദ്യ ലക്ഷ്യം. അതിനുശേഷം തന്ത്രപൂർവം എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് പണം ആവശ്യപ്പെടും. ഇവന്റെ കോൺസ്റ്റബിൾസ് വൈഫ് ഭയങ്കര ഹിറ്റല്ലേ? കോൺസ്റ്റബിൾസ് വൈഫ് നമ്മുടെ പള്ളുരുത്തി സ്റ്റേഷനിലെ സോമൻ സാറിന്റെ ഭാര്യയുടെ. ശേഷം വീണ്ടും പല അത്യാവശ്യങ്ങളും പറഞ്ഞ് പെൺകുട്ടികളുടെ കയ്യിലും കഴുത്തിലും ഒക്കെയുള്ള ആഭരണങ്ങൾ ഊരി വാങ്ങും. യുവതികളെ പലയിടങ്ങളിൽ എത്തിച്ച് ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് ഇയാൾ സമ്മതിച്ചതായി പോലീസ് പറയുന്നു. അവന്റെ കയ്യും കാലും തല്ലി ഓടിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അവൻ ഇനി ഒരു പെണ്ണിന്റെ പിറകെ നടക്കാത്ത രീതിയിൽ അവന്റെ വാണിഭം നോക്കി തന്നെ പണി കൊടുത്തേ. മിണ്ടുന്നുണ്ടോ നോക്കി അവന്റെ പോക്ക് കണ്ടില്ലേ? തുറന്നു വിട്ടേക്കണത് ഓടിക്കളയില്ലേ? അവന്റെ നോട്ടം കണ്ട എന്താ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഇരുകാലി മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. മിനിമം ബലാത്സംഗത്തിനുള്ള തൂക്കുമരം തന്നെ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.